ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നു മരവിച്ചു നിൽക്കുന്നു ഭാരതം, എന്നു മാറുമീ നെഞ്ചിലെ നൊമ്പരം. കരളിലെരിയുന്ന തീക്കനൽ കൂനയിൽ ജ്വാലയായി ഉയരട്ടെ ബാബരി ഓർമ്മകൾ. ഇതോ ഭാരത നാടിന്റെ നീതി, എങ്കിൽ ഞങ്ങളിലില്ല പരാതി. നിങ്ങൾ തച്ച് തകർത്ത മിനാരങ്ങളിൽ ഇന്ന് ബാങ്കുലിയില്ലെന്നു നേരി. നിങ്ങൾ ഉഴുതിട്ട ബാബരി മസ്ജിദിൽ നട്ടത് വർഗീയതയുടെ വേര്. ഹിന്ദുധർമ്മം മറന്നവർ ശൂലമേന്തി ഇന്ന് തീരാ കളങ്കമായി ഭാരതം. ഹിംസാധികാരം വീഴും മോഹികൾ ഇന്ന് നീതിന്യായങ്ങളും മാറി. നെഞ്ചിൽ കൈവച്ചു പറയട്ടെ, നെഞ്ചിൽ കൈവച്ചു പറയട്ടെ ഭാരതേ, ഗാന്ധിയുടെ കനവിലെ ഇന്ത്യയല്ല, ഇവിടെ ഉമറിന്റെ ഭരണവും വന്നതില്ല. ഇത് ഗോഡ്സെയുടെ ഇന്ത്യ, അനീതിയുടെ ഇന്ത്യ. രാജ്യസ്നേഹം തുളുമ്പുന്ന മാപ്പിള മക്കളൊരു പ്രതികാരവും പകരം ചെയ്തതില്ല. അത് ഞങ്ങൾ പഠിച്ചൊരു മാർഗമല്ല, മുത്തുനബിയോർ പഠിപ്പിച്ച ദീനതല്ല. പറയൂ ഇന്ത്യയിൽ ആരാണു തീവ്രവാദി, അതിനുത്തരം പറയുന്നു ബാബരി. പറയൂ ഇന്ത്യയിൽ ആരാണു തീവ്രവാദി, അതിനുത്തരം പറയുന്നു ബാബരി, അതിനുത്തരം പറയുന്നു ബാബരി. അസ്സലാമു അലൈക്കും. സമസ്തയുടെ ഈ പ്രൗഢമായ സദസ്സിന് സ്വാഗതം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫവാസ് ഹുദവി സാദരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ റഹ്മത്തൽ ലിൽ ആലമീൻ. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. മനാട്ടിപ്പറമ്പ് സമസ്ത കോർഡിനേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള സമസ്ത ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരിക്കുന്നതുവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിലും പാണക്കാട് സാദാത്യങ്ങൾക്ക് കീഴിലും നിലകൊള്ളാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളെ, പ്രവർത്തകരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിങ്ങളുടെ നവോത്ഥാന പ്രക്രിയയിൽ ഒരു വലിയൊരു ഭാഗം നിർണയിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസ രംഗത്ത്, മതരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് അതിന് പ്രോജ്വലിച്ചു നിൽക്കുകയാണ്. 90 വർഷം പിന്നിടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിട്ട 90 വർഷങ്ങളെ അപഗ്രഥനം ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ചരിത്രങ്ങൾ പലരും മറന്നുകൊണ്ടിരിക്കുകയാണ്.
തലമുറകൾ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കേരളീയ മുസ്ലിം പൊതുസമൂഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലൂടെ നിലകൊണ്ട് പോകുന്ന ഒരു സമ്മോഹനമായ കാഴ്ചയായിരുന്നു 926 മുമ്പ് ഉണ്ടായിരുന്നത്. രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തുന്ന കാലത്തും നമ്മുടെ കേരളക്കരയിൽ പോലും ഇസ്ലാമിക സന്ദേശങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ രീതിയിൽ വളരെ കൃത്യമായി കേരളത്തിലെ ഓരോ നാടുകളിലും നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ 900-ന്റെ തുടക്കത്തിൽ ഇവിടെ ഏതാനും ചില പുത്തൻ വാദക്കാർ സമുദായ മധ്യേ കടന്നു വരികയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരും സ്വീകരിച്ചിരുന്ന ആദർശങ്ങളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹത്തെ മറ്റൊരു വഴിയിലേക്ക്, മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയുണ്ടായി. കേരളത്തിലെ ഉലമാക്കൾ മഹാരനായ വലക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലുള്ള അഗ്രേസരണ്യരായ പണ്ഡിതന്മാർ ഇതിന്റെ ഭവിഷ്യത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന് ഒരു സംഘടനാ സംവിധാനം വേണമെന്ന് ഒരു ചർച്ച ചെയ്യുകയും അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം കൊള്ളുകയും ചെയ്തു. ഇന്ന് 90 വർഷം നവതി ആഘോഷത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്തയുടെ പ്രവർത്തനങ്ങൾ അഭംഗുരം അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടത്തിന്റെ പ്രവാഹത്തിനിടയിൽ സമസ്ത 90 വർഷക്കാലം ചെയ്തു വച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് സമസ്തയുടെ ദീനി ദഅവാ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഈമാനിന്റെ അരക്കഷ്ണം പോലും ഇല്ലാത്ത പശ്ചിമ ബംഗാളിന്റെ തെരുവോരങ്ങളിൽ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചലനങ്ങൾ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചു. ആസാമിന്റെ ഭീകരർ മാത്രം ഒതുങ്ങിയിരുന്ന ആസാമിന്റെ തെരുവോരങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളും ചലനങ്ങളും കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള സ്ഥലങ്ങളും ആന്ധ്രയിൽ തുടങ്ങിക്കഴിഞ്ഞു. മറ്റു സ്റ്റേറ്റുകളിലൊക്കെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാരാഷ്ട്രയിലും ബോംബെയിലും അടക്കം വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ വന്നു. പല ആളുകളും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധരായിട്ടുള്ള പല ആളുകളും മഹാരഥന്മാരായ ആലിമികൾ അതിനെ ശക്തിയുക്തം നേരിടുകയും അതിനെ ഖുർആനിന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിക്കൊണ്ട് അവരുടെ സംഘടനകൾക്ക് ശവപ്പറമ്പുകൾ കാണിച്ചു കൊടുക്കുന്ന വിഷയത്തിലേക്ക് നമ്മുടെ പണ്ഡിതന്മാർ അത്തരം പുസ്തകവാദക്കാരെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ദശകങ്ങൾ കൂടുമ്പോഴും സമസ്തക്കെതിരെയും സുന്നത്ത് ജമാഅത്തിനെതിരെയും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും സമസ്തക്കെതിരെ പുതിയ പുതിയ സംവിധാനങ്ങൾ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്കറിയാം ഇവിടെ സമസ്തയുടെ അടിവേരിറക്കിയാൽ മാത്രമേ അവർ പറയുന്ന ആദർശങ്ങൾക്ക് വില പോവുകയുള്ളൂ എന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് മഹാരഥന്മാരായ ആലിമീങ്ങൾ, മഹാരഥനായിട്ടുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവർകൾ അടക്കമുള്ള നേതാക്കന്മാർ, മഹാനായ കുത്തുബി ഉസ്താദ്, മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ, മഹാനായിട്ടുള്ള പാണക്കാട് PMS പൂക്കോയ തങ്ങൾ, മഹാനായിട്ടുള്ള കണ്ണീയത്ത് ഉസ്താദും മഹാനായിട്ടുള്ള ശംസുൽ ഉലമയും അടക്കമുള്ള നേതാക്കന്മാർ അവർ നേതൃത്വം വഹിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അനിഷേധ്യമായ ഒരു പങ്ക് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കി തീർത്തു. അവരുടെ പ്രവർത്തനം മൂലമുണ്ടാക്കിയ സൗരഭ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മലയാളി മുസ്ലിം സമൂഹം. ആ സൗരഭ്യങ്ങളെ കെടുത്താൻ ചില ആളുകൾ വരികയുണ്ടായി. ചില ആളുകൾ വന്നപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ അടിക്കടെ എതിർത്തിരുന്നു. അങ്ങനെ ആദ്യഘട്ടം പല രീതിയിലും വന്ന് പുത്തൻവാദക്കാർ വന്നു.
അവസാനം സുന്നികൾക്കിടയിൽ പോലും ആളുകൾ വന്നു. സുന്നികൾക്കിടയിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ട് അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെ ഭിന്നിപ്പിച്ചത്? സമസ്തയിൽ കയറിയിട്ട് സമസ്തയുടെ നേതാക്കന്മാരെ തെറി പറഞ്ഞിട്ടല്ല. സമസ്തയുടെ നേതാക്കന്മാരെ തെറി പറഞ്ഞിട്ടില്ല. അഭിവന്ദനായിട്ടുള്ള മുസ്തഫ അഷ്റഫി ഉസ്താദ് അവർ ഇവിടെ എത്തിയിരിക്കുന്നു. അവർ കൃത്യമായി ആദരണീയരായിട്ടുള്ള പാണക്കാട് സാദാത്യങ്ങളും ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളും പാണക്കാട്ടെ PMS പൂക്കോയ തങ്ങളും ജയിലിലിടുന്ന് ആറ്റുനോക്കി ഉണ്ടാക്കിയ ഒരു മുഖ്യധാര രാഷ്ട്രീയ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഗൂഢലക്ഷ്യത്തോടുകൂടി അവർ മഹല്ലുകളിൽ മുഴുവൻ പ്രവർത്തിച്ചു തുടങ്ങി. ശംസുൽ ഉലമ ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. മഹാനായ ശംസുൽ ഉലമ കോൺഗ്രസ് അനുഭാവിയായിരുന്നു. പക്ഷേ മഹാനായ പാണക്കാട്ടെ തങ്ങന്മാർ കെട്ടിപ്പടുത്ത മുഖ്യധാര രാഷ്ട്രീയ സംവിധാനത്തെ തകർത്തെറിയാൻ സമസ്തക്കുള്ളിൽ ആളുകൾ പ്രവർത്തിച്ചപ്പോൾ ശംസുൽ ഉലമ പോലും അവർക്കെതിരെ കടിഞ്ഞാണിട്ടു. ആളുകൾ വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു. ക്രാന്തദർശിയായ ശംസുൽ ഉലമയുടെ വാക്കുകളാണ് സമുദായത്തിന് ഉത്തേജനം നൽകിയെന്ന് സമുദായം മനസ്സിലാക്കി. അതുകൊണ്ട് സമുദായം ശംസുൽ ഉലമയെ പറഞ്ഞത് കേൾക്കാതില്ല. ശംസുൽ ഉലമയുടെ വാക്കുകൾ സമുദായം ശ്രവിച്ചു. കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്കുകൾ ശ്രവിച്ചു. മഹാനായ PMS പൂക്കോയ തങ്ങളുടെ അരുമസന്തതി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ സ്നേഹിച്ചു. അവർ വാക്കുകൾ പറഞ്ഞു. അങ്ങനെ സമസ്തയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർ അവസാനം നടക്കില്ലെന്ന് കണ്ടപ്പോ അഭിവന്ദനായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ വികാരമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ ശിഹാബ് തങ്ങളെ പോലും പറഞ്ഞു, തങ്ങളെ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കാനേ കഴിയുള്ളൂ, കേരളത്തിൽ കാലിസ്ഥാനങ്ങൾ നിൽക്കാൻ കഴിയുകയില്ല എന്ന്. നിങ്ങൾ കാലിസ്ഥാനത്തെ അപമാനിക്കുകയാണെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചില ആളുകൾ പറയുകയും അവരുടെ പത്രങ്ങളിലൂടെയും അവരുടെ ലഘുലേഖകളിലൂടെയും അവർ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തു. വളരെ ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം കേരളീയ പൊതുസമൂഹത്തിലുണ്ടായി. അവർ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. സമസ്ത വളരെ കൃത്യമായി പറഞ്ഞു അനുവദിക്കുകയില്ല എന്ന്. ഇപ്പൊ കുറെ ആളുകൾ വന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ്. ആദരണീയനായിട്ടുള്ള ശിഹാബ് തങ്ങളെ പരസ്യമായി തെറി വിളിച്ച ആളുകൾ വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞു. ശംസുൽ ഉലമയെ തെറി വിളിച്ചവർ ഇവിടെ വന്ന് പറഞ്ഞു മഹാനായ ശംസുൽ ഉലമയെന്ന്. കണ്ണിയത്ത് ഉസ്താദിനെ തെറി വിളിച്ചവർ ഇവിടെ വന്ന് പറഞ്ഞു മഹാനായ ശംസുൽ ഉലമയെന്ന്. ഇതാണ് ഇവിടുത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ കറാമത്ത്. നിങ്ങളെ നാവ് കൊണ്ട് പറയിപ്പിച്ച ചരിത്രം ശിഹാബ് തങ്ങൾ മഹാനാണെന്ന്, മഹാനായ ശംസുൽ ഉലമ മഹാനാണെന്ന്, കണ്ണിയത്ത് ഉസ്താദ് മഹാനാണെന്ന് പറയാൻ നിങ്ങൾക്ക് 2015 വരെ കാത്തിരിക്കേണ്ടി വന്നു. വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥാവിശേഷം. നാടിലെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നടത്തുന്ന സാമൂഹികവും മതകീയവും രാഷ്ട്രീയവുമായ സംവിധാനങ്ങളെ തകർക്കാൻ ഒരു നഷ്ടം പോലും ഈ സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നിട്ടും അവർക്ക് ലാഭം മാത്രം ഈ സമുദായത്തിനെ കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ സമുദായത്തെ അവർ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു. പാണക്കാട് സാദാത്യങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് നിന്ന് തന്റെ രാഷ്ട്രീയ നിലപാടുകളും മതേകീയ നിലപാടുകളും പ്രഖ്യാപിക്കും. അതിൽ മഹല്ലുകളിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ടി വരും. തങ്ങൾ പറയും തന്റെ നാവുകൊണ്ട്. മഹാനായ തങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഒരു മുഖ്യധാര രാഷ്ട്രീയ സംവിധാനത്തിന്റെ നേതാവും കൂടിയാണ് മഹാനായ തങ്ങൾ. തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമ്പോ ഇവിടെ മഹല്ലിൽ ചില ആളുകളുടെ പണി എന്താണ്? മഹാനായ ശിഹാബ് തങ്ങൾ മഹല്ലിലേക്ക് ആഹ്വാനം ചെയ്യുമ്പോ ചില ആളുകളുടെ പണി ഇവിടെ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയാണ്. തങ്ങളുടെ മുഖ്യധാര സംവിധാനത്തെ തകർക്കാൻ സ്വന്തം പള്ളിക്കൂടങ്ങളെ ഉപയോഗപ്പെടുത്തി മദ്രസകളിലെ ഉസ്താദുമാർ മഹല്ലിലെ ആളുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ തിരിയണമെന്ന് ആഹ്വാനം ചെയ്തു. ഇത് ഞങ്ങളുടെ മനാട്ടിപ്പറമ്പിലുണ്ടായ സ്ഥിതിവിശേഷമാണ്. ദൗർഭാഗ്യകരമാണ്. സമുദായമേ, ഈ ആളുകളെ കൂട്ടി ഈ സമുദായത്തിന്റെ ശബ്ദമായിട്ടുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരെ തെറി വിളിച്ചുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചു ചില ആളുകൾ. വളരെ വേദനാജനകമായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇവർ തേജോവധനം ചെയ്തു. നിങ്ങൾക്കറിയോ, തൊട്ടപ്പുറത്ത് ഒരു പച്ച വീടുണ്ട് ഇവിടെ. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഇങ്ങനത്തെ 4000 വീടുകളുടെ ശില്പിയാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആ മനുഷ്യന്റെ ബ്രെയിനിൽ നിന്നാണ്
ആ ബ്രെയിനിൽ നിന്നാണ് ഇങ്ങനത്തെ കുടികളും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വന്നിട്ട് ഇവിടെ തേജോവധം ചെയ്തു ചില ആളുകൾ. വളരെ ദുഃഖകരമായ കാര്യമാണ്. ആരാ നിങ്ങൾക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ? SKSFന്റെ അഭിവന്ദനായിട്ടുള്ള മുൻ പ്രസിഡന്റാണ്. ആരാ നിങ്ങൾക്കറിയോ? ഇവിടത്തെ മാറാട് കലാപമുണ്ടായി, ദൗർഭാഗ്യകരമായ മാറാട്ട കലാപമുണ്ടായി. മാറാട്ട പള്ളി, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പള്ളി പൂട്ടപ്പെടുന്ന ഒരു ദുരന്തമായ അവസ്ഥയുണ്ടായി. ആ പള്ളി അവസാനം പ്രശ്നങ്ങളും കേസുകളും ഒഴിവായപ്പോ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരും എല്ലാം ഇതിനുവേണ്ടി പരിശ്രമിച്ചപ്പോ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഒഴിഞ്ഞു മാറി. അവസാനം മാറാട്ട പള്ളി തുറക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. മാറാട്ട പള്ളി തുറക്കാനുണ്ടായ ഒരു ശ്രമങ്ങൾ ഉണ്ടായപ്പോ അവിടുത്തെ കലക്ടർ വിളിച്ചു. കലക്ടർ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ മാറാട്ട പള്ളി തുറക്കണമെങ്കിൽ പള്ളി വൃത്തിയാക്കണം, പള്ളി ആകെ പ്രശ്നമായി കിടക്കുകയാണ് എന്ന്. പള്ളി വളരെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പള്ളിന്റെ ഓരോ മൂലകളിലും കല്ലുകളും മറ്റുമാണ്. അത് വൃത്തിയാക്കണം. അതിന് നമ്മൾ ആരെ ഏൽപ്പിക്കുമെന്ന് ചർച്ച ചെയ്തപ്പോ അവിടെ നിന്ന് ഏകകണ്ഠേന പറഞ്ഞു, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ അത് ഏറ്റെടുക്കണം. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കലക്ടർ വിളിച്ചു. നിങ്ങൾക്കറിയോ, ആ സാദിഖ് അലി ശിഹാബ് തങ്ങളെ നിങ്ങൾ തെരുവിലെ കുറ്റം പറഞ്ഞത്, തേജോവധം ചെയ്തത് എന്തിന്റെ പേരിൽ? കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് ശിഹാബ് തങ്ങളെ പറഞ്ഞതിന്റെ പേരിൽ, സ്ത്രീ ശാക്തീകരണ വിഷയവുമായിട്ട് രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നിങ്ങൾ എതിർക്കുമെങ്കിൽ നിങ്ങൾ പറയണം, ആഗോള പണ്ഡിത സഭാംഗമെന്ന് പറഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭൂകളിൽ അറബ് ലീഗിൽ നിന്നും സമാധാന സമ്മേളനങ്ങളുമെന്നും പറഞ്ഞ് കോൺഫറൻസുകൾ പങ്കെടുക്കുന്നു. അവിടെ സ്ത്രീകളുടെ കൂടെ വേദി പങ്കിടുന്നു. ഫോട്ടോ പിറ്റേ ദിവസത്തെ സിറാജിലും മറ്റു പത്രങ്ങളിലും അതിഗംഭീരമായി കൊടുക്കുന്നു. നിങ്ങൾ എന്താണ് ഇതിന് ദീനിന് പറയുന്നത് തെളിവ്? നിങ്ങൾ എന്താണ് ഇതിന് ദീനിന് തെളിവ് പറയുന്ന ന്യായങ്ങൾ? ആ ന്യായങ്ങളെയാണ് മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമുദായത്തോട് പറഞ്ഞത്. അതേ ന്യായങ്ങളാണ് സമുദായത്തോട് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരെ മുഴുവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ടും ആ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇവിടെ ദർശന ചാനലിനെ കുറിച്ച്. ദർശന ചാനൽ ഇവിടുന്ന് കേരളത്തിലെ ഓരോ മഹല്ലുകളിൽ പിരിവെടുത്തിട്ടുണ്ട്. ഇന്നവരെ ദർശന ചാനലിന് വേണ്ടി സമസ്തയുടെ ഏതെങ്കിലും ഒരു പള്ളികളിൽ പിരിവെടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. 5 പൈസ ഇതിന്റെ പേരിൽ സമസ്തയോ സമസ്തയുടെ പ്രവർത്തകരോ കൊടുത്തിട്ടുമില്ല. അത് സമസ്തയുടെ പേരിലല്ല. അഭിവന്ദനായിട്ടുള്ള മുസ്തഫ ഉസ്താദ് അവർകൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് നിലപാട് മഹാരഥനായിട്ടുള്ള ശിഹാബ് തങ്ങളെ പോലും വളരെ വക്രീകരിച്ച് പെരുമാറിയിരുന്ന നിങ്ങൾ ഇപ്പോൾ ശിഹാബ് തങ്ങളെ സമൂഹ മധ്യത്തിൽ വലിയ ആളാക്കി. എന്നിട്ടോ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ മനസ്സിൽ, സമസ്തക്കാരെ ഇവിടുത്തെ പാവപ്പെട്ട ലീഗുകാരന്റെ മനസ്സിൽ ഇവിടെ സമസ്ത വിരുദ്ധ സമീപനങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിച്ചു. സമുദായം നിങ്ങൾക്ക് ഒരു നിലക്കും അനുവാദം തരാത്ത രീതിയിൽ ഇവിടുത്തെ ചെറുപ്പക്കാർ, മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ, നിങ്ങൾ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരുടെ മനസ്സുകളിൽ പോലും സമസ്ത വിരുദ്ധ സമീപനങ്ങൾ, നിലപാടുകൾ കുത്തിവെക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരാണ് ഞങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ കരുത്ത് തെളിയിച്ചിട്ടുള്ളത്. അവരുടെ പിന്തുണയോടെയാണ് അത്തരം ചെറുപ്പക്കാർ, നിഷ്പക്ഷരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ലീഗുകാർ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അവർ ഞങ്ങളോട് വേവലാതിപ്പെട്ടു. ഇത്രയും കാലം ഞങ്ങൾ സമസ്തയോട് ചെറിയ അകലം പാലിച്ചിരുന്നു. ഞങ്ങൾ അന്ന് നിങ്ങൾ പറഞ്ഞപ്പോ, നിങ്ങൾ മുസ്ലിം ലീഗിനെ തകർക്കാനാണ് ഈ സമുദായമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, ഇക്കൂട്ടരെ വളരെ വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് ഇനി മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് മരിക്കുവോളം ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ, ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള പാർട്ടി ഭാരവാഹികൾ പോലും പറഞ്ഞു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായതാണത്. സമുദായത്തെ ഭിന്നിപ്പിക്കുക, ദീന് വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് സമുദായത്തെ ഭിന്നിപ്പിക്കുവാൻ നിങ്ങൾ നടത്തിയാൽ അതിനെ ശക്തിയുക്തം ഈ മഹല്ലിലെ പ്രവർത്തകരും ഭാരവാഹികളും ശക്തരായിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരും നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് അഭിവന്ദനായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് ഹാജി, മഹല്ല് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് ഹാജി അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്ദനായിട്ടുള്ള മഹല്ല് ഖത്തീബ്, ഒരുപാട് കാലം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച
ഒരു മഹാപണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ആയുരാരോഗ്യം നൽകട്ടെ. ഉസ്താദ് അവർകളെ വളരെ ആദരവോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഭിവന്ദനായിട്ടുള്ള ഇസ്തിഖാമയുടെ സംസ്ഥാന ചെയർമാൻ, SKSFന്റെ സമുന്നതനായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറി അഭിവന്ദനായിട്ടുള്ള ഉസ്താദ് അഷ്റഫ് വൈസി കക്കുപ്പടി അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിവന്ദനായിട്ടുള്ള സദർ ഉസ്താദ് മുഹമ്മദ് കുട്ടി ദാരിമി ഉസ്താദ് അവർകളെയും അതുപോലെ തന്നെ മഹല്ല സെക്രട്ടറി അഭിവന്ദനായിട്ടുള്ള TV ഇക്ബാൽ സാഹിബ് അവർകളെയും മറ്റു ഈ പരിപാടി വീക്ഷിക്കാനെത്തിയിട്ട് നല്ലവരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, ഭാരവാഹികളെ, മറ്റു പോഷക സംഘടനകളുടെ ഭാരവാഹികളെ, SKSFന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും മനാട്ടിപ്പറമ്പിലെ പ്രവർത്തകരെ, ഭാരവാഹികളെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പ്രൗഢമായ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഉസ്താദ് അബ്ദുൽ ഗഫാർ അൻവരി അവരുടെ സാദരം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أفضل رسول الله وعلى آله الفائزين برضا الله. أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. قال الله عز وجل خيركم من تعلم القرآن وعلمه. قال رسول الله. ഏറ്റവും ആദരണീയനായ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന SKSF എന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടന, അതിന്റെ ഇന്നു മുതൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടി അവർകളെ, ഈ വേദിയിലുള്ള മഹല്ല് കാരണവന്മാരെ, ഉസ്താദുമാരെ, സ്നേഹജനങ്ങളെ, അല്ലാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതും പിരിയുന്നതും അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘമായ എന്റെ ഒരു സംസാരത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. നിങ്ങളെല്ലാവരും തന്നെ വളരെ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മുസ്ലിംകളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മതേതര ഭാരതത്തിന്റെ ഉന്നത ശബ്ദമായി നിലനിന്നിരുന്ന 400-ൽ പരം വർഷങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ആരാധന കൊണ്ട് ധന്യമായിരുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ഒരു വാർഷിക ദിനം ഒരുമിച്ചുകൂടിയ ദിവസവും കൂടെയാണ് ഇന്ന്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ത്യയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും തന്നെ മുസ്ലിംകളുടെ ഇസ്സത്ത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് ശത്രുക്കളിൽ നിന്നും ബാബരി അടക്കമുള്ള മസ്ജിദുകളും അല്ലാത്ത ഇസ്ലാമിന്റെ സ്ഥാപനങ്ങളും ഏറെ ആവേശത്തോടെ ദീന്റെ നിലക്ക് നിലനിർത്താൻ അല്ലാഹു നമുക്കുമായി ബന്ധപ്പെടുന്ന മുസ്ലിം സമൂഹത്തെ നയിക്കുന്ന മഹാരഥന്മാരായ നേതാക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വിഷമം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ മക്കള് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പലരും പല ജോലിയുമായി പല സ്ഥലങ്ങളിലും പോകുന്നവരാ. എന്തെങ്കിലും ജോലിയുമായി പോകുന്ന കൂട്ടത്തിൽ ആ മക്കളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം.
എല്ലാവർക്കും അല്ലാഹു നന്മയും ആരോഗ്യവും ദീർഘമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നാം ഓരോരുത്തരും, നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു വേദന, അപകടം പിടിച്ച് വിവിധങ്ങളായ ഘട്ടത്തിൽ അപകടത്തിന്റെ ഒരു തരണം ചെയ്ത് നമ്മളെ ബന്ധപ്പെട്ട അവർ പലരും ആശുപത്രിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവർക്ക് പറ്റിയത് എന്ന് അറിയുന്നവൻ അല്ലാഹുവാണ്. റബ്ബ് കാമിലായ നിലക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണമായ നിലക്ക് എല്ലാവിധത്തിലും സന്തോഷത്തോടുകൂടെ ആഫിയത്തോടെ നമ്മുടെ കൂട്ടത്തിൽ ദീർഘകാലം ദീന്റെ ഖിദ്മത്തിലായി ജീവിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആ ഒരു കാര്യം ഓർമ്മിക്കുകയും ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാ സഹോദരങ്ങളും സ്വന്തം കൈ ഉയർത്തിക്കൊണ്ട് ഏത് സമയത്തും തന്നെ ആ സഹോദരന്റെ വിഷമം തീരുന്നതിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഏത് വിഷമമാണെങ്കിലും ആ വിഷമത്തിൽ നിന്ന് ആ സഹോദരനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് അപകടമാണോ എന്ത് വിഷമമാണോ കുടുങ്ങിയിരിക്കുന്നത് ആ കുടുങ്ങിയ വിഷമത്തിൽ നിന്ന് പരിപൂർണമായ നിലയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ട് ആഫിയത്തോടുകൂടെ തന്നെ നമ്മുടെ കൂടെ ഓരോ രംഗത്തും പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ വാക്ക് ദീർഘിപ്പിക്കുകയല്ല. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്റെ വാക്കുകളുമല്ല. അല്ലാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നത് പോലെ നമ്മുടെ കടമകളും ഫർളുകളും നിർബന്ധമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും നിർബന്ധമാക്കിയിരിക്കുന്നതായ നിസ്കാരം പോലെയുള്ളതായ നിർബന്ധ കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. നിസ്കരിക്കാനും ഒന്ന് മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ജമാഅത്തിന് പള്ളിയിൽ പോകാൻ മറന്നുപോയി, അത് നമ്മൾക്ക് ഓർമ്മയുണ്ടായില്ല, മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഓർമ്മയുണ്ടായി എന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയതിനു ശേഷം അവ്വലുമാ യുഹാസബു ആയ കാര്യം, നമ്മളോട് വിചാരണ ചെയ്യുന്നതിൽ ഒന്നാമത്തെ കാര്യം അത് നിസ്കാരം തന്നെയാണ്. നിസ്കാരം തന്നെയാണെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും 5 വക്ത് നിസ്കാരം എന്നത് നിർബന്ധം, ഫർള്, യാതൊരു കുഴപ്പവും ഒരു നിലക്കും നമ്മൾക്ക് മുടക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഈ നിസ്കാര ജമാഅത്ത് നമ്മൾ പള്ളിയിൽ വെച്ച് ഓരോ സമയത്തും നിർവഹിക്കപ്പെടുമ്പോൾ അതിന്റെ കൂടെ ആ ജമാഅത്തിൽ പങ്കെടുക്കൽ ബാധ്യതയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി ഹബീബായ റസൂലുള്ളാഹി. പള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്നവർക്കൊക്കെ പള്ളിയിൽ വെച്ചേ നിസ്കാരമുള്ളൂ എന്ന് പറയുമ്പോ നമ്മൾ ഓരോരുത്തരും ആവേശത്തോടുകൂടെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, നമ്മൾ നിസ്കാരമാകുന്ന വലിയ കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഒരു 2ാം സ്ഥാനത്ത് ആക്കിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ 1ാം സ്ഥാനത്താക്കിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയില്ല എന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ദീനിന്റെ ഖിദ്മത്തിലായി, പ്രത്യേകിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ആദർശ പ്രസ്ഥാനത്തിന്റെ എല്ലാ നിലക്കും സഹായിക്കുന്ന ആളുകളായി, അതിന്റെ എല്ലാ നിലക്കും ഏത് വിധത്തിലുള്ള കാര്യങ്ങൾക്കും സഹകരിക്കാനുള്ള സന്മനസ്സോടുകൂടെ നമ്മളും നമ്മളെ മക്കളും ആ ഒരു സരണിയിൽ മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷണത്തിന്റെ ആ കാര്യം പരിപൂർണമായി നിങ്ങൾക്ക് കേൾക്കാൻ എന്ത് സൗകര്യമാണ് കുട്ടികൾ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് അനങ്ങാതെ വളരെ ആദരവോടെ ആ നിലക്ക് അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് ഇത് കഴിയുന്നത് വരെ പരിപൂർണമായി എല്ലാം റാഹത്തോടെ കഴിയുന്നത് വരെ നമ്മളെല്ലാവരും സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ ഒരുമിച്ച് കൂടാനും നല്ലതിന്റെ കൂടെ നിൽക്കാനും നന്മയിൽ ഉള്ള നല്ലതിന് പ്രവർത്തിക്കുന്നവരുടെ കൂടെ പോകാനും അങ്ങനെ ആ കൂടെ പോയിക്കൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിന്റെ അവകാശികളാവാനും നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.